ഈ ഒരു ഈച്ച ഞങ്ങൾ ഈ റൂം എടുത്തത് മുതൽ ഞങ്ങളുടെ റൂമിൽ തന്നെയുണ്ട്. ആദ്യം ഒരു ശല്യമായിട്ട് തോന്നി. ഒരു ഈച്ച അതിനെങ്ങനെ പുറത്തേക്ക് ഓടിക്കും? ഓടിക്കാൻ നമ്മൾ വിചാരിച്ചാലും ഈച്ച പുറത്തേക്ക് പോവില്ലല്ലോ. പിന്നെ വല്ല പേപ്പറോ എന്തെങ്കിലും എടുത്ത് അതിനെ തല്ലിക്കൊല്ലാമെന്ന് വിചാരിച്ച് ഒരു വേള അതിനും ശ്രമിച്ചിരുന്നു. പക്ഷേ അത് നമ്മളുടെ കയ്യിൽ പെടാതെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോവായിരുന്നു. പിന്നെ അത് നമ്മളെ ഒന്നും ശല്യപ്പെടുത്താതെ നമ്മളെ ബെഡിലും നമ്മളുടെ നിലത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നോക്കുമ്പോൾ അത് ബാത്റൂമിലും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പറന്നു നടന്നു എന്നല്ലാതെ അത് നമ്മളെ മേലെ വന്നിരിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ദിവസം ഇവിടുത്തെ താമസിച്ച് നമ്മൾ ഇന്ന് ഈ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. ഈ സമയത്തും ഈ ഒരു ഈച്ച നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ പോവുകയാണോ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് എന്ന് ചോദിക്കുന്നത് പോലെ തോന്നി. 2 ദിവസമായിട്ട് ഈ റൂമിനുള്ളിൽ തന്നെയാണ്. അതിന് ഭക്ഷണം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പുറത്തേക്കൊന്നും പറന്നു പോകാൻ ശ്രമിക്കും. ചില ഈച്ചകളൊക്കെ ജനലിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പുറത്ത് പോകണം എന്നുള്ള ആക്ഷൻ കാണിക്കുകയും അവിടുന്ന് വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യില്ലേ. പക്ഷേ ഈ ഈച്ചക്ക് അങ്ങനെ ഒരു ശ്രമവും ഇല്ല. ഈച്ചക്ക് ഉള്ളിൽ തന്നെ താമസിക്കണം എന്നുള്ളതുപോലെ. എന്തോ ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം അതിന് തോന്നിയതുകൊണ്ടാണോ എന്നറിയില്ല. ഇനി ഇത് നമ്മളുടെ ആരെങ്കിലുമൊക്കെ ആയിരുന്നോ എന്നും അറിയില്ല. ഇങ്ങനെയുള്ളൊരു ആത്മബന്ധം 2 ദിവസമായിട്ട് റൂമിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈച്ചയോട് ഇപ്പോൾ അത് പറന്നുപോയി, എങ്ങോട്ടോ പറന്നു. അവിടെ പറന്നു പോയിരുന്നുണ്ട്. ആ ജനലിൻ്റെ മേലെ അവിടെ ഇരിക്കുന്നുണ്ട് അത്. അപ്പം ഈ ഈച്ചക്ക് നമ്മളിന്ന് ഉച്ചയോടുകൂടി ഈ റൂം വിടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പം ഈ ഈച്ച ഇവിടെ തന്നെ താമസിക്കുകയായിരിക്കും. ചിലപ്പോൾ ഈ റൂമിൽ തന്നെ സ്ഥിരം താമസിക്കുന്ന ഒരു ഈച്ചയായിരുന്നോ അല്ല എവിടെന്നെങ്കിലും വന്നുപെട്ട് ഇതിൽ കുടുങ്ങിപ്പോയ ഒരു ഈച്ചയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ കൂടെ ഈ ഈച്ച 2 ദിവസമായിട്ടുണ്ട്. പാവം.